ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ മാറ്റി പോവുക. പോണ സമയത്ത് പെട്ടെന്നൊരു വീഡിയോസിന്റെ മുമ്പിൽ വന്നു. ആരതെ? നമ്മളെ സിനിമാ നടി പാർവതിയുടെ. ഓൾ എന്തിനൊക്കെ ഭയങ്കര കരച്ചിലുണ്ട്. പക്ഷെ എന്താ ഓള് പറയണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് എന്താണെന്നൊന്നും അറിയണല്ലോ. നേരെ ജമനിക്ക് ഇട്ടുകൊടുത്തു. ജമനി അതെന്താ ചോദിച്ചു. അതിൽ ജമനി എടുത്തേക്ക് പറഞ്ഞു, ഒന്ന് കൊണ്ടുപോയ എങ്ങനെ നേരം വെളുക്കുമ്പോൾ തന്നെ ഓരോ പുലിവാലും കൊണ്ടിച്ച് പോന്നിക്കുക എന്ന് പറഞ്ഞിട്ട് ജമനിക്കും വലിയ താല്പര്യമൊന്നുമില്ല അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ വേണ്ടിയിട്ട്. എന്നാലും ഞമ്മക്ക് കൂടാൻ പറ്റൂലല്ലോ. ഞാൻ വീണ്ടും അന്വേഷിച്ചു, അവസാനം കണ്ടെത്തി. ആദ്യം എന്താ വീഡിയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടോക്കാം. God, tell me more about male loneliness epidemic. A little more. I didn't quite catch that. I didn't quite catch what you mean about male loneliness epidemic. Why do we need feminism though? Why? Feminities. God. കണ്ടില്ലേ നിങ്ങളെ? എന്താ പറ്റിക്കണെന്നുള്ളത് സംഭവമാണ്. പക്ഷെ ഇത് പൃഥ്വിരാജിനും മമ്മൂട്ടിക്കും മാത്രമായിട്ടുള്ള ഒരു വീഡിയോ തോന്നുന്നുണ്ട്. ഒരു മലയാളി നടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ കരയുന്നത്, ഇത് മലയാളത്തിലാണ് കരഞ്ഞോളൂ. ഇതിപ്പോ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാനും കൂടി ഒരു കോലമല്ല. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇത് എങ്ങനെ തിരിയാനാ? എന്തായാലും ഞാനത് കണ്ടെത്തി. സംഭവം എന്താണെന്നല്ലേ, തൃശ്ശൂരുകാരിയായിട്ടുള്ള സുനിത സ്മിത ബാംഗ്ലൂർ വെച്ചിട്ട് ഇപ്പൊ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന്റെ കാരണമാണ് ഇപ്പോൾ ഓള് പറയുന്നത്. അതിന്റെ സങ്കടമാണ് ഇപ്പൊ ഈ കണ്ടത്. ഇത് സായിപ്പിനും പൃഥ്വിരാജിനും മമ്മൂട്ടിക്കൊക്കെ മാത്രം മനസ്സിലായാൽ മതി എന്നുള്ള രീതിയിലാണ് ഓള് ആ ഒരു സങ്കടം വീഡിയോ ആക്കിയിട്ട് വിട്ടിക്കണത്. അതായത് ഓള് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുനിത എന്ന് പറഞ്ഞ പെണ്ണ് മരിച്ചു, അതിന്റെ സങ്കടമൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് എന്തിനാ അവള് മരിച്ചെന്ന് ചോദിച്ചാല്, ഇവളെ ലൈംഗികപരമായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അത് തടഞ്ഞ സമയത്ത് ഓൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഓളെ അങ്ങോട്ട് കൊന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഈ ഫെമിനിസ്റ്റുകളെ എന്നെ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ കളിയാക്കിയതല്ലേ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല, അതൊന്നും ഇവിടെ നടക്കാനും പോണില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ലേ എന്നുള്ളതൊക്കെയാ പറയുന്നത്. ഇത് മലയാളത്തിലൊന്നാണ് പറഞ്ഞാൽ മതി. അതിന് ഓള് എന്തൊക്കെ കാട്ടിക്കൂട്ടിന്. ഇതൊന്ന് ബാക്കി കേട്ടോ കാണി. God, tell me more about male loneliness epidemic. A little more. I didn't quite catch that. I didn't quite catch what you mean about male loneliness epidemic. This man killed her because he couldn't assault her. And this is not his first time. It won't be his last time. There you go. What a safe country for our girls. Why do we need feminism though? Why? Feminities. God. ആയിക്കോട്ടെ, പറഞ്ഞൊക്കെ മനസ്സിലായി. ഞാൻ ഇബലിക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഇപ്പൊ പാർവതി പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുനിത എന്ന് പറയുന്ന പെണ്ണ് കൊല്ലത്തുള്ള ഒരു ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബാംഗ്ലൂരിലുള്ള വീട്ടില് ഈ നായ്ക്കളെയൊക്കെ സംരക്ഷിച്ചും കൊണ്ട് ഡോഗിനെയൊക്കെ നോക്കിയും കൊണ്ട് അങ്ങനെ ഒരു ജോബായിരുന്നു ഈ സുനിതക്ക്. അങ്ങനെ ആ ജോബുമായിട്ട് പോകുന്ന സമയത്ത് ഈ നിരന്തരം ഈ ദീപക് ഈ സുനിതയെ ഉപദ്രവിക്കും, ലൈംഗികമായിട്ട് ഉള്ള ഉപദ്രവിക്കും. അങ്ങനെ ഒരു ദിവസം ഈ സുനിത തീരുമാനിച്ചു, എന്താ അറിയോ, എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ ഈ ജോലി ഒഴിവാക്കുകയാണ്, എനിക്കിങ്ങനെ വയ്യഞ്ഞ് ഇവിടെ ജീവിക്കാന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഈ ദീപക്കിനോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞോടുകൂടെ ഈ ദീപക് എന്ത് ചെയ്തു, നന്നായിട്ടിട്ട് പെരുമാറി എന്നല്ല, അടിച്ച അവശയാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പിന്നീട് ഈ സുനിത മരണപ്പെടുന്നത്. പക്ഷെ കാര്യങ്ങളുടെ ടിസ്റ്റൊക്കെ മൊത്തത്തിൽ മാറിയിരിക്കണു. ഈ സുനിത എന്ന് പറഞ്ഞ പെണ്ണ് 2009 കാലഘട്ടങ്ങളിൽ ജയിലിൽ കടന്നിട്ടുള്ളതാ. ആ ജയിലിൽ കടന്ന സമയത്ത് ഈ സുനിതക്ക് ഒരു സഹതടവുകാരി ഉണ്ടായിരുന്നു. ആരായിരുന്നല്ലേ? ഷെറിന്. ആരാണ് ഈ ഷെറിന് അറിയോ? അത് പറയുന്നതിന് മുമ്പ് ഈ ഭാസ്കരക്കാരനവര് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അറിയോ? ഭയങ്കര സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനിക്ക് ഒരു മോനുണ്ട്. ആ മോനെ എന്ന് പറഞ്ഞ അംഗവൈകല്യമൊക്കെ ഉള്ള ഒരു മോനായിരുന്നു. അപ്പോ ഇത്രയും സ്വത്തും പണം എല്ലാം ഉണ്ട്,
പക്ഷെ മോന് ഇങ്ങനെ ഒരു ജീവിതമാണ് ഉള്ളത്. അങ്ങനെ ആ മോനെ സ്വീകരിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാനും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനും വേണ്ടി തയ്യാറായി വന്നതാണ് ഈ ഷെറിന്. ഈ ഷെറിൻ വന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ കല്യാണം കഴിച്ചു, അതിൽ ഒരു കുട്ടിയായി. അങ്ങനെ ഈ ഭാസ്കരക്കാരനവർ എന്ന് പറഞ്ഞ മനുഷ്യനെ അമേരിക്കയിലേക്ക് ഇവരെയും കൂട്ടി പോയി കുറെ കാലം അവിടെ താമസിച്ചു. അങ്ങനെ അവിടുന്ന് ഈ ഷെറിന് അവിടെ ഉണ്ടായൊരു ഒരു ചെറിയ പ്രോബ്ലം കാരണം ഇങ്ങടെ തന്നെ അവര് പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് പോകുന്നു നാട്ടിലേക്ക് തന്നെ. ഈ ഭാസ്കരക്കാരനവരെന്ന് പറയുന്നവർ അമേരിക്കയിലാണ് ഉള്ളത്. ആരുടെ? ഇവരുടെ അമ്മോശൻ. ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഷെറിനി ഇയാളുടെ മോൻ, അതായത് ഷെറിന്റെ ഭർത്താവും കുഞ്ഞും മാത്രമാണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ ഇവരുടെ ബംഗ്ലാവിൽ തന്നെയാണ് ഇവര് താമസിക്കുന്നതും. അപ്പൊ ഷെറിൻ എന്ത് ചെയ്തു അറിയോ, ഈ കാമുകന്മാരോട് വിളിച്ചു പറഞ്ഞു, ഇന്നെ മാതിരിയൊക്കെയാണ് എന്റെ അമ്മോശൻ പറയുന്നുണ്ട്, സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പാപ്പറാവും എന്നൊക്കെ അറിയിച്ചപ്പോൾ എന്ത് ചെയ്തു, കാമുകന്മാരും ഇവളും പാടെ കൂടിയിട്ട് ഒരു പ്ലാൻ ഇട്ടു. പ്ലാൻ എന്തായിരുന്നു അറിയോ, ആ വീട്ടില് ഒരു കളവ് നടക്കുന്നു. ആ കളവ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു സംഘട്ടനം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നു. പിന്നെ വന്നിക്കുന്നത് കള്ളന്മാരല്ലേ, ഓല പിടിക്കാനോ തോണ്ടാനോ പോയി കഴിഞ്ഞാൽ ഓല എങ്ങനെ പെരുമാറും എന്നുള്ളത് സാമാന്യം ഒരു ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് പോലീസ് വന്നിട്ട് തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് ഒരു മോഷണ ശ്രമം നടന്നു, അതിനിടക്ക് പിടിവലിയായി. അപ്പോൾ അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇയാളെ തലക്കടിച്ച് കൊന്നു എന്നും പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, ഈ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് കിട്ടും ചെയ്യും എന്നൊക്കെയുള്ള ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. കേരള പോലീസ് ഇതിനേക്കാൾ വലിയ കേസ് സിമ്പിളായി തെളിയിച്ചതാ. അപ്പോഴാണ് ഇവളെ കാമുകനിട്ട ഈ പ്ലാനിങ് കൊണ്ടുള്ള ഒരു കൊലപാതകം അവിടെ നടക്കുന്നത്. സംഭവം അധികം താമസിക്കാതെ തന്നെ സിമ്പിളായിട്ട് കേരള പോലീസ് അത് ഇവളെന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഷെറിനെ അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ജയിലിൽ വെച്ചിട്ടാണ് ഈ സുനിതയും ഷെറിനും സഹതടവുകാരായി മാറുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സുനിത പുറത്തിറങ്ങിയ സമയത്ത് ഈ ഷെറിനെതിരെയുള്ള ഒരു പത്രസമ്മേളനം നടത്തി. അതിലെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് അത് ഭരിക്കുന്നവർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഒരു മെനയായിട്ടുള്ള ഒരു ന്യൂസാണ് ഈ സുനിത പുറത്തു വിട്ടത് വേറെ ഒന്നുമല്ല. അതായത് ഷെറിന് ജയിലിന്റെ ഉള്ളില് പോലീസുകാരെക്കാൾ വലിയ സുഖത്തിലും സൗകര്യത്തിലാണ് അവിടെ ജീവിച്ചും കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല പോലീസുകാരുമായിട്ടും ശാരീരിക ബന്ധമുണ്ട്, പല പോലീസുകാരുമായിട്ടും പല രീതിയിലുള്ള സഹായങ്ങളുണ്ട്. അപ്പോൾ അവൾക്ക് ഒരിക്കലും അവിടെ ശിക്ഷയല്ല, ഒരു ജീവപര്യന്തമാണ് കിട്ടിയിട്ടുള്ളത് ഈ ഷെറിന്. പക്ഷെ ആ ജീവപര്യന്തത്തിലും അവള് നല്ല പുറത്തുള്ളതിനേക്കാൾ സുഖത്തിൽ അകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനമാണ് ഷെറിന് നല്ല 18ന്റെ പണി കിട്ടിയത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇവളുടെ ജയിലിലെ വഴിവിട്ട ജീവിതവും ജയിലിലേക്ക് കിട്ടുന്ന സഹായങ്ങളും ശാരീരിക ബന്ധങ്ങൾ അവിടെ ഈ ഷെറിനായിട്ട് നടക്കുന്നുണ്ട്. അവള് രാജകീയമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ മൊത്തത്തിൽ ആകെ വൈറലായി ഈ ഒരു വിഷയം. അങ്ങനെ എന്ത് ചെയ്തു, ആ ജയിലിൽ നിന്ന് അവളെ മാറ്റി. അതിലുപരി ഈ ഷെറിന് ഏറ്റവും നല്ല തടവുകാരിയാണ്, നല്ല നടപ്പിന് ഉള്ള ഒരു അംഗീകാരം അടക്കം പോലീസുകാർ അന്ന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ശിക്ഷയുടെ കാലാവധിയൊക്കെ ചുരുക്കി അവളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റുമോ അത്രയും വേഗം പുറത്തിറക്കണം എന്നുള്ള എല്ലാ സഹായം കിട്ടി എന്നൊക്കെ ഈ സുനിത അന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു പത്രസമ്മേളനം നടന്നതിന് ശേഷം പല പോലീസുകാർക്കും പണി കിട്ടി, പല ആളുകൾക്കും പ്രമുഖർക്കും ഒക്കെ പണി കിട്ടി. കാരണം ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ. അതുകൊണ്ട് അന്ന് പല ആളുകളും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെയെങ്കിലും ഈ സുനിതയെ ഇല്ലാതെ ആക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പണിയാവുന്നു. പക്ഷെ അന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് ഈ ഷെറിനുള്ളിലായിരുന്നു. അപ്പൊ ഈ സുനിത പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഷെറിനും പുറത്താണ്, സുനിതയും പുറത്താണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലത്തുള്ള ഈ മനുഷ്യന്റെ കൂടെ ബാംഗ്ലൂര് ആ വീട്ടില് ഈ ഡോഗുകളെ നോക്കിയിട്ട് ഒരു ജോബൊക്കെ ആയിട്ട് ഈ സുനിത പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിരന്തരം ഇയാൾ ഈ സുനിതയെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് സുനിത അവിടുന്ന് പോരാൻ നിന്നതും അത് ഇയാൾക്ക് പറ്റാത്തതിന്റെ പേരിലാണ് ഈ സുനിതയെ കൊന്നും എന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ന്യൂസ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ ലിസ്റ്റൊക്കെ മാറി. ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ പോലീസുകാരും ഈ ഷെറിനും പല എന്താ പറയാ ഇവരെ സഹായിച്ചു കൊണ്ടിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും എല്ലാവർക്കും ഈ സുനിതയുടെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ അന്ന് കൊടുത്ത പണിക്ക് വേറൊരു മറുപണിയാണ് ഇപ്പൊ നടന്നിക്കണെന്നാ പറയുന്നത്. അതിനാണ് ഇവള് ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരയുന്നത്. നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടിയോ? എന്താ അപ്പൊ ഇവിടെ സംഭവിച്ചതെന്നുള്ളത്?
ഇനി ആർക്കെങ്കിലും പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ പാർവതിയുടെ വീഡിയോ എടുത്തിട്ട് കുറച്ചേരം അങ്ങനെ നോക്കണം. ഓൾ എന്തൊക്കെയേ പറയുന്നുണ്ട്. ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിയർത്തു. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണം. ശരി എന്നാ, ബായ്.